അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നമ്മൾ ദുആർക്കും. ആ ബറക്കത്ത് എല്ലാവർക്കും ലഭിച്ചോ? ആ ബറക്കത്തിന്റെ മാനദണ്ഡം എന്താണ്? സ്വന്തത്തിലും കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും വാഹനത്തിലും ഇണകളിലും പരിസരവാസികളിലും അയൽവാസികളിലും നാട്ടുകാരിലും എല്ലാം ബറക്കത്ത് വേണം. ബറക്കത്തില്ലാത്ത ജീവിതത്തിൽ യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല. ബറക്കത്ത് ലക്ഷ്യമാക്കി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പതിവാക്കിയിരുന്നു മുൻഗാമികളായ മഹത്തുക്കൾ. അവർക്ക് ശേഷം വന്ന തലമുറകൾ മാറി മാറി വന്നപ്പോൾ ആ ബറക്കത്തിന്റെ രംഗങ്ങൾ പലതും പതുക്കെ 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 ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. ഉദാഹരണമായി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം സ്വന്തം തീരുമാനമെടുക്കുന്നതിന്റെ മുമ്പ് കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആളുകളെ കണ്ട് അന്വേഷിക്കുന്നൊരു സ്വഭാവം മുമ്പ് സജീവമായി ഉണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞു. അതൊരു യാത്രയാണെങ്കിലും വീട് വെക്കുകയാണെങ്കിലും കല്യാണമാണെങ്കിലും കച്ചവടം തുടങ്ങുകയാണെങ്കിലും ഒക്കെ കുടുംബത്തിൽ മുതിർന്ന ആള്, ഒരുപക്ഷെ ബാപ്പയുടെ മൂത്ത ജ്യേഷ്ഠനായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ വഴിക്ക് ഉമ്മയുടെ മൂത്ത സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ ഉമ്മാമയുണ്ടാകും, പാപ്പയുണ്ടാകും. അവരുടെ അടുത്ത് പോയി ആദ്യം ചെറിയ ഒരു ആലോചന. അപ്പൊ അവര് ദിക്റൊക്കെ ചൊല്ലിയിരിക്കുന്ന, ഖുർആനൊക്കെ ഓതിയിരിക്കുന്ന, ഗീബത്തും നമീമത്തൊക്കെ കുറെ കാലമായിട്ട് അവരിൽ നിന്ന് ഒഴിവാക്കിയ നല്ല നാവ് കൊണ്ട് എന്റെ മോൻ തുടങ്ങിക്കോ, ബറക്കത്തുണ്ടാവും. ആ ഒരൊറ്റ വാക്ക് ബറക്കത്തിന് വലിയ കാരണമായിരുന്നു. ഞാൻ ആമുഖമായി പറയുന്നത്, ബറക്കത്ത് ഒരുപാട് കുറഞ്ഞിട്ട് ആരോ പുറത്തുനിന്ന് വന്ന് കുറച്ചതല്ല, നമ്മൾ തന്നെ. ഈ ഒരു ആലോചന കഴിവിന്റെ പരമാവധി ഒഴിവാക്കുന്നിടത്തേക്ക് ആളുകൾ സ്വന്തം താല്പര്യങ്ങളുമായി ഞാൻ അത്യാവശ്യമായിട്ടുണ്ട് എന്ന നിലവാരത്തിൽ വന്നപ്പോ ആരോടും ചോദിക്കാതെയായി. ഒരു കാര്യം ചെയ്യുന്നത് ഖൈറാണെങ്കിലും ഒരു മുഷാവറ ബറക്കത്തിന്റെ ഒരു മാർഗമാണ്. കൂടി ആലോചിക്കുക. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും കൂടിയാലോചന നടത്തണം. മക്കൾ എത്ര വലിയ നോളജ് ഉള്ളവരാണെങ്കിലും, ബാപ്പ എത്ര വിജ്ഞാനം കുറഞ്ഞ ആളാണെങ്കിലും ബാപ്പയോട് കാര്യം അന്വേഷിക്കണം. എന്നാൽ അതിൽ വലിയ ബറക്കത്തുണ്ട്. വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടാകുമ്പോ എങ്ങനെ ബറക്കത്ത്? അതിന്റെ മുഖ്യ കാരണം അവരുടെ ഔറാദുകളാണ്. തെറ്റാത്ത പതിവായി കൊണ്ടു നടക്കുന്ന ദിക്ർ, സ്വലാത്ത്, ഖിറാഅത്തുകൾ, അത് വലിയ കാവലാണ്. ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ വിടവാങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ മഹാന്മാരുണ്ട്. വരവും ചെലവും കൂട്ടി നോക്കുമ്പോ അവർക്കൊന്നുമില്ല, കാണാൻ പുറത്തുള്ള ആളുകൾ എന്തിനാ അയാൾ കരയുന്നത്. പക്ഷെ അവര് പറയുന്നത്, ഇത്രയും കാലം ആ ഉപ്പാപ്പയുടെ ഇബാദത്തിന്റെ സുഖം, ആ ഉപ്പാപ്പയുടെ ദിക്റിന്റെ വെളിച്ചം ദായിമായി ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ജ്വലിച്ചു നിന്നിരുന്നു. ആ വലിയ പ്രകാശം കെട്ടുപോയപ്പോഴുള്ള സങ്കടം പറഞ്ഞാൽ ഒതുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഉപ്പാപ്പമാര്, ഉമ്മാമമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചെറുപ്പക്കാര് വലിയവരോട് കാര്യങ്ങൾ അന്വേഷിക്കണം. ബാപ്പയില്ല, ബാപ്പ പെട്ടെന്ന് മരിച്ചുപോയി. ഉമ്മയില്ല, പിന്നെ ആരാ ഉള്ളത്? മൂത്ത ജ്യേഷ്ഠന്മാരുണ്ട്. അവരോട് കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്ക് മുൻഗണന കൊടുക്കണം. അവരുടെ അടുത്ത് പോയി പറയണം, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട്, വാങ്ങാൻ പറ്റുമോ? കാക്ക വന്നൊന്ന് നോക്കണം. അങ്ങനെ വന്നു നോക്കിയിട്ട് നമുക്ക് തിരിയാത്ത ഒരു വിഷയം ഇക്കാക്കക്ക് അറിയുമായിരുന്നു. ഈ സ്ഥലം നല്ല സ്ഥലമാണ്, പക്ഷേ ഇവിടെ താമസിക്കുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കാറ്റില്ല. ഞാൻ തച്ചുശാസ്ത്ര കണക്ക് പറയില്ല കേട്ടോ, നിങ്ങൾ ആരും ഫോണിന്റെ വിളിച്ച് സ്വീപ്പാക്കാതിരിക്കാന്ന് അറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അങ്ങനെ ഇക്കാക്ക പറഞ്ഞു, ഇവിടെ ജീവിക്കാൻ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ അപ്പോഴാ നമ്മൾ ചിന്തിച്ചത്, വില കുറഞ്ഞ സ്ഥലമാണെങ്കിലും ജീവിക്കാൻ എപ്പോഴും ആരോഗ്യം നല്ലോണം ഉണ്ടാകണല്ലോ. അതിപ്പോ ഈ ചർച്ചയിലാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് അൽഹംദുലില്ലാ അത് തൽക്കാലം വേണ്ടാന്നും അതിനേക്കാളും ഖൈറായ സ്ഥലം ഉദ്ദേശിച്ചു പോകാമെന്നും തീരുമാനം വന്നു.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മദീനത്തെ പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കാരം കഴിഞ്ഞാൽ ളുഹ്റിന് മുമ്പായി തങ്ങൾക്കുള്ള പണി സ്വഹാബിമാരുടെ വീടുകൾ സന്ദർശിക്കും, രോഗികളെ കാണാൻ പോകും. അല്ലെങ്കിലോ ചിലപ്പോൾ അവിടുന്ന് സ്ഥാനം നോക്കാൻ പോകും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന യതബവ്വഉ ലിമൻസിലിഹി കമാ കാന യതബവ്വഉ ലിബൗലിഹി. മൂത്രമൊഴിക്കാൻ സ്ഥാനം നോക്കുന്നത് പോലെ വീട് വെക്കാനും തങ്ങൾ സ്ഥാനം നോക്കുമായിരുന്നു. വീട് വെക്കാൻ സ്ഥാനം നോക്കണമെന്ന് വന്ന് പറഞ്ഞു സ്വഹാബ പറയാണ്, നബിയെ ഞാനും ബാപ്പയും കൂടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. തങ്ങൾ ആ സ്ഥലം പോയി കണ്ടിട്ട് പറയുന്നു, ദറൂഹാ, ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കരുത്, ഇവിടെ കൃഷി ചെയ്യാനേ പറ്റൂ. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല, എല്ലാ മണ്ണും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ ജീവിതത്തിന് ഇടുക്കം വരും, പക്ഷേ അത് അറിവുള്ളവർക്കല്ലേ അറിയൂ. ഏറ്റവും വലിയ അറിവുള്ള ആളായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധിയേറ്റ് നടത്തുമ്പോൾ പിന്നെ അവിടെ ആശങ്കക്ക് പഴുതില്ല. തങ്ങൾ പറയുന്നു, ദറൂഹ, ഈ സ്ഥലം നിങ്ങൾ ഉപേക്ഷിക്കണം, അവിടെ താമസത്തിന് പറ്റൂല, കൃഷിക്ക് പറ്റും, നിങ്ങൾ വേറെ സ്ഥലം തെരഞ്ഞെടുക്കണം. ചില സ്വഹാബിമാര് വന്നിട്ട് പറയും, തങ്ങൾ വീട്ടിലൊന്ന് വരണം. എന്തിന്? വീട്ടിൽ തങ്ങളൊന്ന് വന്ന് കയറിയിട്ടൊന്ന് ദുആ ചെയ്തു പോകണം. ആ ദുആഇന്റെ ബറക്കത്ത് അവർ കാംക്ഷിക്കുന്നു. വീട്ടിൽ തങ്ങളെത്തിയാൽ കുടിക്കാൻ കൊടുക്കുന്ന പാത്രമുണ്ടല്ലോ, ആ പാത്രം പൊന്നുപോലെ സൂക്ഷിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അങ്ങനെ ഒരു പാത്രമുണ്ടായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. സ്വഹാബത്ത് വരുമ്പോൾ പറയും, ഇവിടെ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ ഞാനൊന്നും കുടിച്ചിട്ടില്ല, പക്ഷേ ആ പാത്രത്തിൽ ആകെ കുടിച്ചത് ഒരാളാണ്, അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തരട്ടെ. അപ്പൊ വന്ന സ്വഹാബിമാര് പറയും, അൽഹംദുലില്ലാഹ്, തങ്ങൾ കുടിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കിട്ടുക എത്ര വലിയ ബറക്കത്താണ്. അതവര് സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കൂടിയാലോചന നടത്തണം. നാട്ടിലെ മുതിർന്നവരോട് ഏതെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോ, യാത്ര പോകാൻ ഒരുങ്ങുമ്പോ കൂടിയാലോചന നടത്തണം. പഴയ കാലത്ത് ഗൾഫ് ജീവിതത്തിലെ അനുഭവങ്ങൾ പറഞ്ഞു തരും നമ്മുടെ നാട്ടിലെ ഉപ്പാപ്പമാർ. ഉംറ വിസ എന്ന് പറയുന്നൊരു വിസ ഉണ്ടായിരുന്നു. അതിൽ പോയി ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടും ഏത് പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോഴും നിസ്കാരം വിടാതെ, ഉംറ ഒഴിവാക്കാതെ, തവാഫ് ഒഴിവാക്കാതെ, ഹറമിലെ ജുമുഅ ഒഴിവാക്കാതെ, കഴിവിന്റെ പരമാവധി ക്ഷീണം അനുഭവിച്ചിട്ടും ഇഖ്ലാസോടുകൂടെ അമലുകൾ കൊണ്ട് നടന്ന പഴയകാലത്തെ കഥകൾ പറയുമ്പോ പുതിയ ഗൾഫിന്റെ മുഖങ്ങളിലേക്ക് കണ്ണും നട്ടും പോകുന്ന നമുക്ക് ആ പഴയകാലത്തെ ചരിത്രം വലിയൊരു അനുഭവമാണ്. അത് നമ്മുടെ ജീവിതത്തിന് വലിയ വഴിത്തിരിവാണ്. പോകുന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിലേറ്റവും മുതിർന്ന പൗരനായ ആ വ്യക്തി അന്ന് 965-ലും 70-ലുമൊക്കെ ഗൾഫിൽ പോയി താമസിക്കുമ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച് ചുരുങ്ങിയ വേതനത്തിനാണല്ലോ പണിയെടുത്തത്. എന്നിട്ടും അദ്ദേഹം നിസ്കാരം ഒഴിവാക്കാതെ, നോമ്പൊഴിവാക്കാതെ, കാരക്കയുടെ അടിയിൽ വിശ്രമിച്ചാണല്ലോ ഈ കുടുംബം പോറ്റിയത്. റൂം കടക്കാൻ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ ബതുക്കളുടെ തോട്ടത്തിലായിരുന്നു പണി. എല്ലാ ദിവസവും കൂലി തരും, ഒരു 10 ദിർഹമോ 20 ദിർഹമോ കൂലി തരും. ആഴ്ചയിൽ വെള്ളിയാഴ്ച നല്ല ഭക്ഷണത്തിന് അറബി കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തേക്കും. ആ കാരക്കയുടെ ചുവട്ടിലായിരുന്നു പലപ്പോഴും നിസ്കരിച്ചിരുന്നത്. ആ കാരക്കയിൽ നിന്നായിരുന്നു പലപ്പോഴും അവിടെ വെച്ചാണ് ഖുർആൻ ഓതിയത്. ജീവിതത്തിന്റെ പഴയകാലത്തെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പുതിയ മാറിയ ലോകത്ത് അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും കാണാത്ത, ഏറ്റവും കൂടുതൽ സന്തോഷകരമായ എയർ കണ്ടീഷൻ റൂമുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനും പഴയകാലത്തെ ചിന്ത ജീവിതത്തിന് വലിയൊരു അനുഭവമാണ്. ആ അനുഭവം ഒന്നുകൂടി ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം ജീവിച്ച, അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം ഒരു സംഭവത്തിന് സാക്ഷിയായ ഒരു ചരിത്രമുണ്ട്. അത് മക്കയിൽ വെച്ച് നടന്നതാണ്. ബൈഅത്ത് എന്നാണ് അതിന് പറയുക. ബൈഅത്തുൽ അഖബ, അഖബ ഉടമ്പടി.
മദീനക്കാരായ 50-ലധികം വരുന്ന ആളുകൾ മക്കയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണൽ അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ ഖുറൈശികൾ പറഞ്ഞു, കാണരുത്, കണ്ടാൽ നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, തിരിച്ച് മദീനയിലേക്ക് വിടൂല. വന്ന ആളുകളെ മനസ്സിൽ തങ്ങളെ കാണാൻ അതിയായ മോഹമുണ്ട്. പല നേരവും അവർ നോക്കി പാർക്കുകയാണ്. അപ്പോഴെല്ലാം ഖുറൈശികൾ നിരീക്ഷകരെ വെച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ആളുകളുണ്ട്. ഈ വന്ന മദീനക്കാര് പോകുന്നോ നോക്കിയിട്ട്. അവസാനം ഉടമ്പടി നടക്കുന്നത് നട്ടപ്പാതിര നേരത്താണ്. ഖുറൈശി കാരണവന്മാരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇന്നാ മരമില്ല. മരമുള്ള സ്ഥലം കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അഖ്ബാർ മക്കയിൽ കാണാം മരമുണ്ടായിരുന്ന കൃത്യമായ സ്ഥലം. ആ മരത്തിന്റെ ചുവട്ടിലേക്ക് തങ്ങളെ കൊണ്ടുപോകുന്ന മഹാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. കൂരിരുട്ടിൽ അവിടെ പോയിരുന്ന് 50 ചില്ലാനം വരുന്ന സ്വഹാബ ബൈഅത്ത് ചെയ്യുന്നു. മുഴുവൻ സഹായം വേണോ, ശരീരം തരാം. കുടുംബം വേണോ, കുടുംബം തരാം. സമ്പത്ത് വേണോ, സമ്പത്ത് തരാം. സമയം വേണോ, സമയം തരാം. മുഴുവനും അങ്ങേക്കു തരാം. ബൈഅത്ത് രാത്രിയിൽ നടന്നെങ്കിലും നേരം വെളുക്കാനാകുന്ന നേരത്ത് ആ ബൈഅത്തിന്റെ ചൂരും മണവും ഖുറൈശികൾ അറിഞ്ഞു. അറിഞ്ഞ പാടെ നേതാക്കൾ അന്വേഷിച്ച് ഇവരെ പിടികൂടണം. മദീനയിൽ നിന്ന് വന്ന ആളുകൾ നമ്മളെ പറ്റിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. അത് വഞ്ചനയല്ല. അല്ലാഹു തആല നബിയായിട്ട് അയച്ച മഹാനെ കാണൽ വഞ്ചനയാണോ? അല്ല. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായ അതിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഈ കണ്ട ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ഭാഗത്തും ഓടി നടന്നെങ്കിലും അവരാരെയും പിടികൂടാൻ കിട്ടിയില്ല. അവർ മദീനയിലേക്ക് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇത് പഴയകാലത്ത് അബ്ബാസ് തങ്ങൾ മാത്രം ഒരുമിച്ചുകൂടി ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അന്ന് എനിക്ക് നബിതങ്ങളോടുകൂടെ കഴിയാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പിൽക്കാലത്ത് ചിന്തിച്ച് കരഞ്ഞ സ്വഹാബിമാരുണ്ട്. പഴയകാലത്തെ ഈ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്വഹാബിമാരുടെ മനസ്സിൽ ഈമാന് കൂടുകയാണ്. അതുകൊണ്ട് മുഷാവറ നടത്തണം, അതിൽ വലിയ ബറക്കത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം 3 അടയാളങ്ങളാണ്. ഇദാ കാന ഉമറാഉക്കും ഖിയാറക്കും, നിങ്ങളിലെ ഉമറാക്കൾ, നാട്ടിലെ ഉമറാക്കൾ ഏറ്റവും നല്ലവരായാൽ, ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല ചെറുപ്പക്കാര്. അൽഹംദുലില്ലാഹ്, ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ചെറുപ്പക്കാര് നല്ല തുപ്പിവെച്ച് സദസ്സിൽ വന്നിരിക്കുന്നത് നല്ല യുവാക്കളാണ്. അല്ലാഹു നന്മയിൽ അവരെ വളർത്തിത്തരട്ടെ. ഈ നാടിനെ ദീനിയായ നിലയ്ക്ക് നേതൃത്വം നൽകി കൊണ്ടുപോകാനുള്ള എല്ലാവിധ കരുത്തും അല്ലാഹു തരട്ടെ. നല്ല യുവാക്കളോട് വലിയ ഇഷ്ടമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാരണം യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. 15 മുതൽ 40 വരെയുള്ള ടൈം ചാഞ്ചല്യത്തിന്റെ കാലഘട്ടമാണ്. എങ്ങോട്ടും വഴുതിപ്പോകാം. ഏത് മാർഗവും സ്വീകരിക്കാൻ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടും. അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് വലിയ കഴിവാണ്. അതുകൊണ്ടാണ് യുവാക്കളെ പറ്റി 3 സ്ഥലത്താണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. 3ഉം മദ്ഹ് ചെയ്താ പറഞ്ഞത്. ആക്ഷേപിച്ച് യുവാക്കളെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഓതുന്ന വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതിയില്ലേ ഇന്നലെയും, ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അസ്ഹാബുൽ കഹ്ഫ് നല്ല സുന്ദരന്മാരായ യുവാക്കളാണ്. മീശയും താടിയും കിളിർത്ത് വരുന്നേ ഉള്ളൂ. അവർക്ക് 25ഉം 20ഒന്നും ആയിട്ടില്ല. പക്ഷേ ആ യുവാക്കൾക്ക് അല്ലാഹു നൽകിയ വലിയ കറാമത്ത്, അവര് മഹാപണ്ഡിതരൊന്നുമല്ല. ഉള്ള ഈമാനിൽ അടിയുറച്ചു നിന്ന് ആ ഈമാൻ നാട്ടിലെ പ്രതാപത്തിന്റെയും രാജാധികാരത്തിന്റെയും പൗരാണികത്വത്തിന്റെയും പേരിൽ പ്രമാണിമാർക്ക് അവരുടെ ഈമാൻ പണയം വെച്ചു കൊടുക്കാതെ, വല്ലിപ്പമാര് വലിയ വലിയ പണക്കാരായിട്ടും ആ വല്ലിപ്പമാരുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിന്നുകൊണ്ട്, രാജാവ് വലിയ സ്വാധീനമുള്ള ആളായിട്ടും രാജാവിന്റെ ജൽപ്പനത്തിനെതിരെ തളർന്നു പോകാതെ അടിയുറച്ചു നിന്നപ്പോൾ അല്ലാഹു അവരെ പറ്റി പറഞ്ഞ മദ്ഹ്, ഇന്നഹും ഫിതിയത്തുൻ, അവര് നല്ല ചെറുപ്പക്കാരാണ്, നല്ല യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവരെ പരിപാലിക്കുന്ന അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു.
വിശ്വാസ രംഗത്ത് അവർ ഉറച്ചു നിന്നപ്പോ അവർക്ക് നമ്മൾ നേർവഴി ഏറ്റിക്കൊടുത്തു, നല്ല മാർഗം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു, കഴിവുകൾ അല്ലാഹു അവർക്ക് കൂടുതൽ കൊടുത്തു. രാജാവിന്റെ മുന്നിൽ നിന്നിട്ട് അത്ര ധൈര്യത്തോടെ പറയാൻ ചങ്കൂറ്റമുള്ള യുവത്വം. രാജാവിനോട് അവർ മുഖത്ത് മുഖാമുഖം നോക്കി പറഞ്ഞു. എതിര് പറഞ്ഞാൽ തലവെട്ടുന്ന രാജാവിനോട് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്, നീ ആരാധിക്കുന്ന സങ്കല്പങ്ങളല്ല, ഞങ്ങളത് ആരാധിക്കാൻ കിട്ടൂല. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, അല്ലാഹുവിനല്ലാതെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇതവർ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു വറബത്തുനാ അലാ ഖുലൂബിഹിം. ആ 7 യുവാക്കളും 7 കുടുംബങ്ങളിൽ നിന്ന് വന്നവരാ. എല്ലാം ഒരു ബാപ്പാന്റെ മക്കളല്ല, 7 കുടുംബങ്ങളിൽ 7 പ്രതലങ്ങളിൽ താമസിക്കുന്നവരാണ്. വറബത്തുനാ അലാ ഖുലൂബിഹിം, അവരെ മനസ്സുകളെ നമ്മൾ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് ബന്ധിപ്പിച്ചു. ഇനി ഒരിക്കലും വിടാത്ത രൂപത്തിൽ അവരെ ഖൽബിൽ അല്ലാഹു ഈമാൻ അങ്ങ് തറുവാക്കി കൊടുത്തു. ആണിയിട്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഈയം ഉരുക്കി വാർത്ത് ശരിക്ക് റെഡിയാക്കി വെച്ചു എന്ന് പറയണം. ആ രൂപത്തിൽ റബത്തുനാ അലാ ഖുലൂബിഹിം, ഖൽബുകൾ അങ്ങോട്ട് ബന്ധിപ്പിച്ചു. നല്ല ധൈര്യം. നമ്മൾ ആലോചിച്ച് നോക്കണം, കുട്ടികൾ കുസൃതിയിലല്ല പറയുന്നത്, കൗമാരപ്രായത്തിന്റെ ഏറ്റവും നല്ല ദിശയിലാണ് ആ മക്കൾ പറയുന്നത്. ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു കൊടുത്ത സുഖം എത്ര വലുതാണ്. അവരെ പറ്റിയുള്ള മഹത്വം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ലോകത്ത് നിലനിർത്തി. നമ്മൾ ചിന്തിക്കണം, യുവത്വത്തെ പറ്റി അല്ലാഹു തആല ആ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ 3 ഭാഷയും അവരെ പ്രശംസിച്ചുകൊണ്ടാണ്. എന്തെങ്കിലും അപാകതകളൊക്കെ ചെറുപ്പക്കാരിൽ കാണുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് അവരെ നന്മകളെ നമ്മൾ വാഴ്ത്തണം. പുറം നാടുകളിലേക്ക് പോകുമ്പോ കണ്ണീരോടുകൂടെ കാണുന്ന രംഗങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് അവർ ഈ രംഗത്ത് നമ്മൾ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ അവരെ ഖൽബിനെ നമ്മൾ നല്ല ഉറപ്പ് കൊടുത്തു, നല്ല ബന്ധം കൊടുത്തു. അത് കാരണം ആ ചെറുപ്പക്കാർ നല്ലോണം ഉറച്ചു നിന്നു. ഉമറാക്കള് നല്ലവരായി തീർന്നാൽ ഭൂമിയിൽ ജീവിക്കാൻ നല്ല സുഖമാണ്. ഇദാകാന ഉമറാഉക്കും ഖിയാറക്കും, നിങ്ങളിലെ ഉമറാക്കൾ ഏറ്റവും നല്ലവരായി മാറിയാൽ ദീനീ രംഗത്തവര് നിലനിൽക്കുന്നവരാണ്. ഉമറാക്കളാണ് ദുനിയാവിന്റെ മേഖലയിലേക്കൊക്കെ പോകാൻ സൗകര്യമുണ്ട്. ദീന് പാടെ കൈയൊഴിഞ്ഞവർക്ക് കൂത്താടി ജീവിക്കാം, പക്ഷെ അങ്ങനെ പോകുന്നില്ല. ഇദാകാന ഉമറാഉക്കും ഖിയാറക്കും, നിങ്ങളിലെ ഉമറാക്കൾ നിങ്ങളിൽ ഏറ്റവും നല്ലവരായി സ്വലാത്ത് മജ്ലിസിനും മദ്രസയും പള്ളിയും നടത്തുന്നതിനും നാട്ടിലെ സാമൂഹ്യ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായി മാറിയാൽ നാട്ടിലേതെങ്കിലും പാവപ്പെട്ടൊരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒത്താശ ചെയ്യാൻ എല്ലാവരും ഒരുക്കമാണ്. അയാൾക്ക് വേണ്ടത് കൊടുക്കുന്നതിൽ ആരും പിറകോട്ടില്ല. ആ ഉമറാക്കൾ നല്ല ഉമറാക്കളാണ്. നേതാക്കൾ നന്നാകുക എന്ന് പറഞ്ഞാൽ അതാണ്. അവർ നല്ലോണം നിസ്കരിക്കുന്നവരാണ്. ഇഷ്ടംപോലെ അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിൽ അവർക്ക് പിശുക്കില്ല, മടിയില്ല. നോമ്പ് നോൽക്കുന്നതിന് അവർക്ക് എതിർപ്പില്ല. ഇബാദത്തിന്റെ സുഖം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. വാഗ്നിയാഉക്കും സുമഹാഅക്കും, നിങ്ങളിലെ സമ്പന്നര് നല്ല ധർമ്മിഷ്ഠരായി മാറിയാൽ, സമ്പന്നര് പിശുക്കന്മാരാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ സുഖമുണ്ടാകൂല. സമ്പന്നര് നല്ല ഉദാരമതികളായി മാറിയാൽ നല്ല ഔദാര്യം ചെയ്യുന്നവരാണ്. നല്ലവണ്ണം ദീനിന് കൊടുക്കുന്നവരാണ്. ദീനിനെ വളർത്തുന്നതിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ്. വാഗ്നിയാഅക്കും സുമഹാഅക്കും, നിങ്ങളിലെ സമ്പന്നര് നല്ലോണം സ്വതക്ക ചെയ്യുന്നവരാണ്, ധർമ്മം ചെയ്യുന്നവരാണ്. നാട്ടിലെ പാവങ്ങളെ കണ്ടറിഞ്ഞ് സേവിക്കുന്നവരാണ്. വഉമൂറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളിലെ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്ന അവസ്ഥയാണ്. സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് പറഞ്ഞൊരാളും നടക്കൂല. മക്കളൊക്കെ ബാപ്പാരോട് ചോദിക്കും. ബാപ്പയും ഉമ്മയില്ലെങ്കിലോ മൂത്തവരോട് ചോദിക്കും. അല്ലെങ്കിലോ അവരാരുമില്ലെങ്കിൽ നാട്ടിൽ അഭിപ്രായം പറയാൻ പറ്റിയ ബാപ്പയുടെ നല്ല സ്നേഹിതന്മാരുണ്ട്, അവരോട് ചോദിക്കും. അടുത്ത കുടുംബത്തിലും അകന്ന കുടുംബത്തിലുമായി നല്ല കഴിവുള്ളവരുണ്ട്, അവരോട് ചോദിക്കും. അങ്ങനെ ആലോചിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങളിലേക്ക് വീയാത്ത നല്ല ജീവിതമാണോ? ഫളഹറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ, ഭൂമിയുടെ ഉപരിഭാഗത്ത് ജീവിക്കുന്നത് പെട്ടെന്ന് മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലതാണ്. ബത്നുൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആന്തരിക ഭാഗം, അത് ഖബറാണ്.
ഖബറിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് പുറത്ത് ജീവിക്കലാന്ന് പറഞ്ഞാൽ ഹയാത്താണ് നല്ലത്. കാരണം നല്ല സാഹചര്യമാണ്. അതിൽ എണ്ണി പറഞ്ഞ ഒന്നാണ് മുഷാവറ, കൂടിയാലോചന നടത്തണം. നടത്താത്തതിന്റെ തകരാറ് പലതുണ്ട്. ചിലര് ഭാര്യമാരോടൊന്നും പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാല് നമ്മളെ കയ്യിൽ എന്തെങ്കിലും സ്വത്തുണ്ടെന്ന് അവരറിഞ്ഞാൽ അവർക്ക് 100 കൂട്ട ആവശ്യങ്ങളുണ്ട് എന്ന് പറയും പലരും. ചിലർ തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ല. ഭാര്യമാര് നമ്മളെ കയ്യിൽ വല്ലതുണ്ടെന്ന് പറഞ്ഞാൽ മുപ്പര് വാങ്ങിയാലോ എന്നുള്ള പേടിക്കും. രണ്ടും പേടി വേണ്ട. ആലോചന നടത്തുന്നതിൽ നല്ലതാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിയാലോചന നടത്തിയിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനം ലോകത്ത് കൈക്കൊണ്ടത് ഒരു ഭാര്യയുടെ തീരുമാനമാണ്. ഇന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിൽ രജ്ഞിപ്പ് സ്വീകരിക്കാൻ, യുദ്ധം ചെയ്യണ്ട, സമരം വേണ്ട, അവരോട് നിബന്ധനകൾക്കനുസരിച്ച് യോജിപ്പിലായി നീങ്ങാൻ വേണ്ടി തങ്ങളോട് അഭിപ്രായം പറഞ്ഞത് അവിടുത്തെ പ്രിയപ്പെട്ട മഹദിയായ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ് തങ്ങളവിടെ സ്വീകരിച്ചത്. ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കണം. അതിൽ 2 വശമുണ്ട്. ഒന്നവരെ മനസ്സിന്റെ ഇണക്കത്തിന് നല്ലതാണ്. സത്യത്തിൽ അഭിപ്രായം പറയാൻ കഴിവൊന്നും നിങ്ങളെ ഭാര്യയ്ക്കില്ലെങ്കിലും ചോദിച്ചു എന്നുള്ള നിലക്ക് മനസ്സിന് റാഹത്താണ്. എന്നോടും മൂപ്പര് ചോദിച്ചല്ലോ, അൽഹംദുലില്ലാഹ്, മനസ്സിന് നേരിട്ടുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ നീങ്ങി. വൺവേ ആയിട്ട് അങ്ങനെ നടക്കരുത്. വൺവേ ആയിട്ട് എങ്ങനെ നടക്കരുത്? കൂടെ ഒരാളെ തന്നാൽ ഒരു പാരസ്പര്യം, ഒരു ചോദിച്ചറിവ് നല്ലതാണ്. ചില വിഷയങ്ങളിലൊക്കെ അങ്ങനെ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആലോചന. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു ആഭരണം, കഴുത്തിൽ ധരിച്ച മാല, ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി കൊടുത്തു. ഉമ്മമാരെ കൈനിറയെ വളയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാതിൽ നല്ല വിലപിടിപ്പുള്ള പാദസ്വരമുണ്ടായിരുന്നു. അരയിൽ നല്ല അരഞ്ഞാണുണ്ടായിരുന്നു. അതൊന്നും ചെറുതല്ല, വിലമതിക്കാൻ കഴിയാത്ത വലിയ വിലയുള്ളതാണ്. കാതിലുണ്ടായിരുന്നു ആഭരണം. ഈ ആഭരണങ്ങളെല്ലാം കൊടുത്തു. അവസാനം നിലനിന്നിരുന്നൊരു മാല. ഈ മാല ഞാൻ എന്റെ മകൾ സൈനബിന് കൊടുക്കട്ടെ നബിയേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മംഗല്യമാണ് നാളെ. കൈ നിറയെ വളയുണ്ടോ? ഇല്ല. വള കിട്ടാഞ്ഞിട്ടാണോ? അല്ല. ആ ഉപ്പയും ആ ഉമ്മയും ആ മക്കളെയും പഠിപ്പിച്ച ജീവിതം ദുനിയാവിലെ ത്യാഗത്തിന്റെ ജീവിതമാണ്. അതുകൊണ്ട് കിട്ടാത്തതിൽ പരാതിയുണ്ടോ? ഇല്ല. ഉള്ളതിൽ സന്തോഷങ്ങൾ ഏറെയാണ്. ഉള്ളത് തന്നെ ധാരാളമാണെന്ന ചിന്തയാണ്. ഉടനെ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങളോട് അന്വേഷിക്കാൻ ഈ മാല സൈനബ് ബീവിക്ക് കൊടുക്കട്ടേന്ന്. തങ്ങൾ സമ്മതം കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് മാല കൊടുത്തു. ആകെയുള്ളൊരു മാലയാണ്. നമ്മ സംഭാവനയാല ആ സൈനബ് ബീവിയും സംഭാവനയായി കൊടുക്കുന്നു ഭർത്താവിന് വേണ്ടി. ചരിത്രം സുദീർഘമാണ്. നമ്മുടെ വിഷയങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സൂചനക്ക് പറഞ്ഞതാണ്. വിഷയം മറക്കരുത്. ഭർത്താവ് ഭാര്യയോട് കൂടിയാലോചന നടത്തണം. ഭാര്യ ഭർത്താവിനോടും കൂടിയാലോചന നടത്തണം. അതിൽ ബറക്കത്തുണ്ട്. ആ ജീവിയുടെ ഭർത്താവ് അബുല്ലാസ് ബിൻ റബീഅ്, അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ വിവാഹം മറ്റുള്ളവർക്ക് നിരോധിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയ വിവാഹമാണ്. അബുല്ലാസ് ബിൻ റബീഅ് ബദർ യുദ്ധത്തിൽ വരുമ്പോൾ നബി തങ്ങളെ എതിരാളിയാണ്. എതിർ സ്ഥാനത്താണ്, മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ്. മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ പോകുമ്പോൾ അബുല്ലാസിനോട് പറഞ്ഞു, അബുല്ലാസേ, അമ്മോശം കാക്കാനോട് യുദ്ധം ചെയ്യാനാ പോകുന്നത്. അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിലെങ്കിലും ആ മകളെ ത്വലാഖ് ചൊല്ലിപ്പോയിക്കൂടെ? അബുല്ലാസ് പറഞ്ഞു, എന്താ പറഞ്ഞ്? ഭാര്യനെ ത്വലാഖ് പോകാനോ? അതെന്നോട് പറയണ്ട, ബാക്കിയൊക്കെ പറഞ്ഞോളി. അതെന്താ അബുല്ലാസേ? യുദ്ധത്തിനൊരു ഇഖ്ലാസ് കിട്ടാൻ അപ്പോഴല്ലേ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും. മറുപക്ഷത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബുല്ലാസിന്റെ കീഴിലുള്ളത് തങ്ങളുടെ മകൾ സൈനബ് ബീവിയാണ്. അബുല്ലാസ് പറഞ്ഞു, ത്വലാഖിന്റെ വിഷയം എന്നോട് പറയരുത്. എന്തേ കാരണം? മക്കയിലെന്നല്ല, ഹിജാസിലെന്നല്ല, ഈ അറേബ്യൻ കൺട്രിയിൽ എവിടെയും അതുപോലെ സ്വഭാവമുള്ള, അതുപോലെ സ്നേഹം തരാൻ പറ്റുന്ന, അതുപോലെ സഹകരണം തരാൻ പറ്റുന്ന ഒരു പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റൂല. ജീവിതത്തിന് ഇത്ര സ്നേഹം തരുന്നൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ അനുഭവിച്ചതാണ് എന്റെ ഭാര്യയെ, അതുകൊണ്ട് ത്വലാഖിന്റെ വിഷയം എന്നോട് പറയരുത്. ആ അബുല്ലാസ് ബദർ യുദ്ധത്തിൽ നബി തങ്ങളെ എതിർപക്ഷത്തിൽ നിന്ന് യുദ്ധത്തിന് വന്നു. അവസാനം അബുല്ലാസിനെ തടവറയിലാക്കി പിടിക്കപ്പെട്ടു. 70 ചില്ലാനം ബന്ദികളിൽ ഒരാൾ നബി തങ്ങളുടെ മരുമകനാണ് അബുല്ലാസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, തടവുകാരെ കൊണ്ടുപോകണമെങ്കിൽ മോചനദ്രവ്യം കൊടുത്തേക്കണം. മക്കയിൽ ഈ വാർത്ത പരക്കെ പരന്നു, എല്ലാ വീടുകളിലും എത്തി. തടവുകാരെ കൊണ്ടുവരണോ, മോചനദ്രവ്യമായിട്ട് പോകണം. തടവിലാക്കിയ ആള് ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും ഒരേ കാശല്ല, നല്ല സമ്പന്നരുണ്ടാ കൂട്ടത്തില്, അതിനനുസരിച്ച് കാശ് പറയും, അപ്പൊ അത് കൊടുക്കേണ്ടി വരും. സ്വഹാബിമാരാണല്ലോ പലരെയും തടവറയിലാക്കിയത്. ആ സ്വഹാബിമാർക്ക് അള്ളാഹു കൊടുത്ത സമ്പത്തിൽ ഒരു വകുപ്പാണ് ഈ തടവറയിൽ ഇരിക്കുന്ന മുശ്രിക്കുകൾ. അപ്പൊ എത്രയാണോ അവർക്ക് വില പറയുന്നത് ആ വില കൊടുക്കേണ്ടി വരും. മുസബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരനുണ്ട് തടവറയിൽ. മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ ഒരു തുണ്ട് സ്വത്ത് കൊടുക്കാതെ മക്കയിൽ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു സഹോദരനും ബാപ്പയും. ആ സഹോദരനെ ബദർ യുദ്ധത്തിൽ പിടികൂടിയപ്പോ മുസബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിടിച്ച ആളോട് നല്ലോണം മുറുക്കി പിടിച്ചോ, നല്ല സ്വത്തുണ്ട് അപ്പുറത്ത്, ഇഷ്ടം പോലെ ചോദിക്കും, എത്രയും കിട്ടും. അപ്പൊ സഹോദരൻ വിളിച്ചു, മുസ്അബേ നീ എന്റെ സഹോദരനല്ലേ? മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ സഹോദരനല്ല, നീ എന്റെ സഹോദരനുമല്ല, എന്റെ സഹോദരൻ നീ നിൽക്കുന്ന സ്വഹാബിയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സാഹോദര്യം ഈമാനിക സാഹോദര്യമാണ്. ഞാനും നീയും രക്തബന്ധമുണ്ട് എന്ന് കരുതി ഈമാൻ ഇല്ലല്ലോ നിനക്ക്. ഈമാൻ ഇല്ലാത്ത സാഹോദര്യത്തിന് എന്ത് വിലയാണുള്ളത്? ദുനിയാവിൽ അത് അവസാനിക്കൂലേ, ആഖിറത്തിൽ കിട്ടൂലല്ലോ. എന്നും നിലനിൽക്കുന്ന സാഹോദര്യം ഈമാന്റെ സാഹോദര്യമല്ലേ. അതുകൊണ്ട് നിന്നെ സഹോദരനായി കാണാൻ പറ്റൂല. നിനക്ക് എന്താണോ നിന്നെ അറസ്റ്റ് ചെയ്ത ആള് ചോദിക്കുന്ന വില നീ കൊടുക്കണം. നീയും എന്റെ ബാപ്പ ഉമൈറും കൂടിയിട്ട് ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ ധരിച്ച ഡ്രസ്സല്ലാതെ മറ്റൊരു ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. എന്റെ വാഹനത്തിൽ പോകാൻ എന്നെ അനുവദിച്ചിട്ടില്ല. ചെരുപ്പ് 1, 2, 3 അല്ല, എനിക്ക് ഒരുപാട് ചെരുപ്പുകളുണ്ട്. ഒരു കൂട്ടം ചെരുപ്പല്ലാതെ മറ്റൊന്നും എനിക്ക് തന്നിട്ടില്ല. എനിക്കും അവകാശപ്പെട്ട സ്വത്ത് ഏക്കർ കണക്കിന് അവിടെയുണ്ട്, പക്ഷേ തൊടാൻ അനുവദിച്ചിട്ടില്ല. എനിക്കത് വേണ്ടതാനും, കാരണം ഞാൻ ഈമാനും ഇസ്ലാമും മതിയാക്കിയല്ലേ വന്നത്, അത് രണ്ടും മതി എന്ന ചിന്തയിലല്ലേ വന്നത്. അതുകൊണ്ട് ഏത് ത്യാഗവും ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു സഹോദരനെ അറസ്റ്റിലാക്കിയ ആളോട് പറയുന്നു, ആ അബുല്ലാസിനെ മോചിപ്പിക്കാൻ ബന്ധുക്കൾ പണം കൊടുത്തേക്കണം. അബുല്ലാസിനെ മോചിപ്പിക്കാൻ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ് പണം കൊടുത്തേക്കുന്നത്. ഒരാളെ വിളിച്ചു പറയുന്നു, മദീനയിലേക്ക് പോകുമോ? എന്റെ ഭർത്താവ് അബുല്ലാസിനെ മോചിപ്പിക്കാനാണ്. മാല ഊരിയിട്ട് ആ മാല പൊതിഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നു. മാല പൊതിഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നു. ഈ മാല അബുല്ലാസിന്റെ കയ്യിലല്ല കൊടുക്കേണ്ടത്, എന്റെ ഉപ്പയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തേക്കണം. നേരത്തെ മകളെ സ്നേഹിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മാലയാണ്. ആ മകളും സ്നേഹം കൊണ്ട് ആ മാല മറ്റൊരു വഴിക്ക് കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മയുടെ ഔദാര്യം മക്കളിലേക്കും അങ്ങ് പടർന്നു പോകുന്നു. ആ മാല കൊണ്ടുവന്ന പൊതി പതുക്കെ തുറന്നിട്ട് മാല കണ്ടപ്പോൾ ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി. കരയാനുള്ള കാരണം സഹാബത്ത് ചോദിച്ചു. ഈ മാലയാണ് കരയാനുള്ള കാരണം. എന്തേ നബിയെ, തങ്ങൾക്ക് വിഷമം ഒന്നുമല്ല, ഈ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? ഈ മാല വേണോ? ഈ മാല കണ്ടപ്പോൾ എനിക്ക് എന്റെ ഖദീജയെ ഓർമ്മ വന്നു. അവസാനമായി ശരീരത്തിൽ ധരിച്ച ഈ ആഭരണം അവസാനം കൊടുക്കട്ടെ എന്ന് എന്നോട് ആലോചന നടത്തി. എന്റെ സമ്മതപ്രകാരം മകൾക്ക് കൊടുത്ത മാലയാണിത്. ഈ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? തടവറയിലാക്കിയ സ്വഹാബ പറഞ്ഞു, മാല വേണ്ട നബിയെ, ഫ്രീ ആയിട്ട് മോചിപ്പിച്ചു തരാം. ഖദീജ ബീവിയോടുള്ള തങ്ങളുടെ സ്നേഹം, ഖദീജ ബീവിയുടെ കുടുംബക്കാരിൽ ഒരാൾ നടന്നു വരുമ്പോ ഓർത്തുകൊണ്ട് കരയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ സഹോദരി ഹാല ബീവി വരുമ്പോൾ തങ്ങൾ ദൂരത്തുനിന്ന് പറയും, അല്ലാഹുമ്മ ഹാലത്തു ബിൻതു ഖുവൈലിദ്, അല്ലാഹുമ്മ ഹാലത്തു ബിൻതു ഖുവൈലിദ്. എന്റെ ഭാര്യയുടെ സഹോദരിയാണ് ആ വരുന്നത്. ആ നടത്തം കണ്ടപ്പോൾ എന്റെ ഖദീജയെ ഓർമ്മ വന്നുപോയി. ഈ
മാല അവസാനമായി എന്നോട് കൂടിയാലോചന നടത്തിയിട്ട് എന്റെ മകൾക്ക് കൈമാറിയ മാലയാണ്. ഈ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? അവിടുത്തെ ആ സ്നേഹത്തിന്റെ നിർഗളിക്കുന്ന കണ്ണീർ കണങ്ങൾ ഉറ്റി വീഴുന്നത് കണ്ട് സ്വഹാബ പറഞ്ഞു, വേണ്ട, ഒരു മാലയും വേണ്ട, അബുല്ലാസിനെ സൗജന്യമായി മോചിപ്പിച്ചു തരാം. അബുല്ലാസ് മക്കയിലേക്ക് പോകുമ്പോ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മരുമകനോട് അമ്മൂസൻ കാക്കയുടെ ഒരു നിർദ്ദേശം, അബുല്ലാസേ, ഇത്രയും കാലം എന്റെ മകള് നിന്റെ കൂടെയാണ് ജീവിച്ചത്, ഇനി അത് പറ്റില്ല, എന്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം. പോകുന്ന അബുല്ലാസ് വല്ലാതെ കണ്ണീരോടെയാ പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, അബുല്ലാസ് വിശ്വസിച്ചിട്ടില്ല. എന്നാലും വിവാഹ ബന്ധത്തിന് അന്ന് തടസ്സമില്ലായിരുന്നു. പിന്നീട് ആയത്തിറങ്ങിയിട്ടുണ്ട്, വലാ തൻകിഹുൽ മുശ്രിക്കീന വലാ തുൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. വിശ്വാസമില്ലാത്തവരെ വിശ്വസിച്ച് വരുന്നത് വരെ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചിട്ട് അങ്ങ് വിശ്വസിച്ചാലോ അത് ശരിയല്ല. വിശ്വസിച്ചിട്ട് വേണം പിന്നീട് കല്യാണം കഴിക്കാൻ. ആദ്യം കൊണ്ട് കല്യാണം കഴിക്കാൻ, പിന്നീട് വിശ്വസിക്കാതെ പറ്റൂല സ്ഥാതെ, അത് പറ്റൂല. വിശ്വാസം ആദ്യം നടക്കട്ടെ, എന്നിട്ട് കല്യാണം. അതാണിനും പെണ്ണിനും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുവരെ ആ ഒരു സെപ്പറേഷന്റെ നിയമം ഇസ്ലാമിൽ ഇറങ്ങിയിട്ടില്ല, വേർതിരിവിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. അബുല്ലാസ് പോകുമ്പോ സന്തോഷവും ദുഃഖവും തടം കെട്ടിയ മനസ്സാണ്. തടവറയിൽ നിന്ന് മോചനം കിട്ടി എന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ എന്റെ ഭാര്യയെ വേർപിരിയണല്ലോ. തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ അടയാളമാണ് കഴുത്തിൽ അണിഞ്ഞൊരു മാല. ഉമ്മമാരെ, വേറൊരു മാലയില്ല, വേറൊരു കുടുക്കി കെട്ടിയില്ല, വേറെ കാതിൽ ഒരു തൂങ്ങുന്നതില്ല, കയ്യിലൊരു വളയില്ല, ഒരു മോതിരം പോലുമില്ല. ഒരൊറ്റ മാലയുണ്ടായിരുന്നത്. സ്നേഹത്തിന്റെ ഊക്കുകൊണ്ടല്ലേ അബുല്ലാസിനെ മോചിപ്പിക്കാൻ കൊടുത്തയച്ചത്. ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹമല്ലേ ഇത്? യുദ്ധത്തിന് പോയിട്ടല്ലേ കുറച്ചു കാലം അവിടെ നിന്നോട്ടെ എന്നല്ലല്ലോ ഭാര്യ കരുതുന്നത്. ഏതായാലും എന്റെ ഇണയല്ലേ, എന്റെ ഭർത്താവല്ലേ, എന്റെ ഭർത്താവിനെ മോചിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ. അതിന് ഈ ആഭരണം മതിയെങ്കിൽ അത് കൊടുക്കാം. ഒറ്റ ആഭരണമല്ലേ ഇത് കൊടുക്കുന്നത്. അപ്പൊ സ്നേഹം ദുനിയാവിന്റെ ചാബല്യങ്ങൾക്കും ദുനിയാവിന്റെ സ്വത്തിനും അതീതമാണ്. ദുനിയാവിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ തടച്ചു കെട്ടുന്നതല്ല യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം അതിനപ്പുറമാണ്. അബുല്ലാസിനോട് പറഞ്ഞു, ഇങ്ങോട്ട് സൈനബിനെ പറഞ്ഞേക്കണം. വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിന്റെ മുഖത്ത് പഴയ സന്തോഷം കാണുന്നില്ല. സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഒരു വിഷമം മുഖത്ത്? തടവറയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി മോചനം കിട്ടി, എന്നിട്ട് പിന്നെ എന്താണ് മുഖത്തൊരു വിഷമം? കുറെ നേരം അത് പറയാൻ മടിച്ചു അബുല്ലാസ് അങ്ങനെ നിന്നു. അവസാനം പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് മദീനയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം നൽകുന്ന ഭർത്താവിനെ വിട്ടുപിരിയണമെന്ന് ആലോചിക്കുമ്പോ സൈനബ് ബീവിക്കും ദുഃഖമാണ്. പക്ഷേ മദീനയിലെത്തിയ ഉപ്പയെ കാണാം, സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാം, അവരോടൊപ്പം താമസിക്കാം എന്ന നിലക്ക് സന്തോഷമാണ്. സന്തോഷവും സന്താപവും തുള്ളിച്ചാടിയ നിമിഷങ്ങളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹയെ ഒരു വാഹനത്തിൽ കയറ്റി ഭർത്താവ് അബുല്ലാസ് സഹോദരൻ കിനാനെ വിളിച്ചിട്ട് പറഞ്ഞു, കിനാന, അബുല്ലാസ് പോകുന്ന നേരത്ത് നോക്കി നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. സൈനബ് ബീവി സ്വന്തം വീട്ടിൽ ഇതുവരെ താമസിച്ച് ഇനി ഉപ്പാന്റെ അടുത്തേക്ക് പോകുകയാണ്. വിശ്വാസ രംഗത്തേക്ക് കടന്നു വരാത്തതിന്റെ പേരിൽ എനിക്കിനി ആ ജീവിതം നഷ്ടമാവുകയാണ്. കിനാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വാഹനത്തിൽ സൈനബ് ബീവിയെ മദീനയുടെ അടുത്തേക്ക് എത്തിക്കണം. അവിടെ അലി റളിയല്ലാഹു അൻഹു കൂട്ടുകാരുണ്ടാകും, അവരടുത്താക്കി നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി. സൈനബ് ബീവി വാഹനത്തിൽ ഒറ്റയ്ക്ക്, ആ വാഹനത്തിന് കാവൽക്കാരനായി കിനാന പോകുന്നു. ഇതറിഞ്ഞ ചൂട് പിടിച്ച മുശ്രിക്കുകൾ പലരുടെയും ബാപ്പമാർ അറസ്റ്റിലാണ്. ചിലരുടെ ബാപ്പമാരും സഹോദരങ്ങളൊക്കെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. ദേശത്തിന്റെ ഊക്കിൽ അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകള് അങ്ങനങ്ങ് മദീനയിലേക്ക് പോകാൻ വിടൂല, തടഞ്ഞു വെച്ചു. ചിലര് കണ്ടില്ലേ, അവിടെ മുദ്രാവാക്യം വിളിച്ചു. ആ വാഹനത്തെ പിടിച്ചു കുലുക്കി. സൈനബ് ബീവി അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. ഈ ക്രൂരത അവർ ചെയ്യുന്നത് കണ്ടപ്പോ അബുല്ലാസ് ഓടി വന്നു.
ഓടി വന്നിട്ട് പറഞ്ഞു, മുശ്രിക്കുകളെ, ഞാൻ നിങ്ങളെ പക്ഷത്തല്ല, ഞാൻ എന്റെ ഭാര്യയുടെ പക്ഷത്താണ്. നിങ്ങളെ മുഴുവനും അമ്പറിഞ്ഞ് തോൽപ്പിക്കും ഞാൻ. പെട്ടെന്ന് എന്റെ ഭാര്യയെ മദീനയിലേക്ക് പറഞ്ഞേക്കണം. രംഗം വഷളാകുമെന്ന് വന്ന് കണ്ടപ്പോ അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അബുല്ലാസിനെ വിഷമിപ്പിക്കരുത്, അബുല്ലാസ് നമ്മുടെ നേതാവാണ്. സൈനബ് ബീവി പൊയ്ക്കോട്ടെ. തൽക്കാലം രംഗം ശാന്തമാക്കി സൈനബ് ബീവിയെ മദീനയിലേക്ക് വിട്ടു. അബുല്ലാസ് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും മനസ്സ് മുഴുവനും മദീനയിലാണ്. സൈനബ് ബീവിയോടൊപ്പമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. കാരണം സ്വന്തം ശരീരത്തെക്കാളും ഭർത്താവിനെ സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ്. ദുനിയാവിലാകെ കിട്ടിയൊരു ആഭരണം, മറ്റൊരാഭരണം ഇതുവരെ ധരിച്ചിട്ടില്ല, ഇനി വേറൊന്ന് കിട്ടുമെന്ന ചിന്തയുമില്ല. ആ ആഭരണമാണ് സ്നേഹമാണ് ആഭരണത്തെക്കാളും വലുതെന്ന തത്വവുമായി ആഭരണം കൊടുത്തേച്ച് മോചനത്തിന് വേണ്ടി കാത്തുനിന്ന എന്റെ പ്രിയപ്പെട്ട മഹദി എന്നിൽ നിന്ന് മദീനയിലേക്ക് പോയല്ലോ. ഞാനിനി ഒറ്റയ്ക്ക് വീട്ടിലെന്തിനാ കഴിയുന്നത്? കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞെങ്കിലും അബുല്ലാസിന്റെ മനസ്സ് സമ്മതിച്ചില്ല. മദീനയിലേക്ക് പോയി. സൈനബ് ബീവി താമസിക്കുന്ന വീട് അന്വേഷിച്ചു. ആ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ കതക് തുറന്നു വാതിൽ മുട്ടിയപ്പോ നോക്കുമ്പോ ഭർത്താവാൻ. അന്നത്തെ പകല് രാവിലെ ളുഹാന്റെ നേരത്ത് ഭർത്താവ് എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോഴേക്ക് മദീനത്തെ പള്ളിയിൽ ളുഹറിന് വാങ്ക് കൊടുത്തു. നേരെ ചെന്ന് ളുഹർ നിസ്കാരം നടക്കുമ്പോ സൈനബ് ബീവി പുറത്താണ്. ജമാഅത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് അബുൽ ആസ് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ അബുൽ ആസിന് അഭയം കൊടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിം മറ്റൊരാൾക്ക് അഭയം കൊടുത്താൽ എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. ആരും പിന്നെ അയാളെ എതിർക്കാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല, ചീത്ത പറയാൻ പറ്റൂല, അയാളെ കളിയാക്കാൻ പറ്റൂല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അബുൽ ആസിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് നബിയെ. സ്വഹാബത്തിലേക്ക് തിരിഞ്ഞ് തങ്ങൾ ചോദിച്ചു, എന്റെ മകള് പറഞ്ഞത് കേട്ടില്ലേ? അബുൽ ആസ് മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്നിട്ടുണ്ട്, മകള് അഭയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ആ വിധി ബാധകമാണ്. അഭയം കൊടുത്തെങ്കിലും മകളോട് നബി തങ്ങളെ നിർദ്ദേശം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒരുമിച്ച് ഉറങ്ങാൻ പാടില്ല, ഒരുമിച്ച് കടിയാൻ പാടില്ല. അല്ലാഹുവിന്റെ നിയമം വന്നിട്ടുണ്ട്. വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വലാ അമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അജബതുകും വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ വലാ അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അജബകും. അതേ, വിശ്വാസ രംഗത്തേക്ക് ചേരാത്തവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആണിനും പെണ്ണിനും ആ നിയമം ബാധകമാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു ചെന്നു. എന്നിട്ട് അബുൽ ആസിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയാ പറഞ്ഞത്, ഞാനും നിങ്ങളും ഒരുമിച്ച് കഴിയരുത്. അപ്പോൾ അബുൽ ആസ് പറഞ്ഞു, അതിന് എന്റെ മനസ്സല്ലേ തടസ്സം, ഞാൻ ഈമാനിലേക്ക് വരാത്തതല്ലേ തടസ്സം. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഞാൻ അതിനൊക്കെ ഒരുങ്ങി വന്ന ആളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സൈനബ് ബീവിയുടെ സ്നേഹമാണ് സത്യത്തിൽ അബുൽ ആസിന് ഇസ്ലാമിലേക്ക് മാർഗം കാണിച്ചത്. അബുൽ ആസ് സഹാബിയായി എന്റെ കൂടെ താമസിക്കുന്നു, സന്തോഷത്തോടെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ കഴിയുന്നു. ആ സൈനബ് ബീവിയും അബുൽ ആസും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി ജീവിക്കുന്നു. അപ്പൊ ബറക്കത്തിന്റെ കാരണമാണ് മുഷാവറ, ആലോചന നടത്തണം. സ്വന്തം ചെയ്യാൻ കഴിവുള്ള ആളുകളാണെങ്കിലും ആലോചന നടത്തണം. ബറക്കത്ത് വേണ്ടേ? ദിക്ർ ദായിമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ദായിമാക്കണം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പതിവാക്കണം. വീട്ടിൽ ബറക്കത്താണ്. ഇടത്തേക്കാല് മുന്നോട്ട് വെച്ച് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബറക്കത്തുണ്ടോ? സ്വത്തൊന്നും പോകൂല, സ്വത്തൊന്നും കുറയൂല, എല്ലാറ്റിനും അല്ലാഹു കാവൽ തരും. സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം, നീണ്ട ചരിത്രമാണ്. വിഷയം മറക്കരുത്. ബറക്കത്ത് വേണ്ടേ? ദിക്ർ ദായിമാക്കണം. എല്ലാ കാര്യങ്ങളിലും ദിക്ർ ദായിമുണ്ടോ? ശൈത്താന് നിന്നെ പറ്റിക്കാൻ കഴിയൂല, നിന്റെ മനസ്സ് കവർന്നെടുക്കാൻ കഴിയൂല. നീ എത്ര ദോഷിയാണെങ്കിലും മരിക്കുന്ന നേരത്ത്
ദോഷം കൊണ്ട് നിന്റെ ശരീരത്തെ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞില്ലേ, ഇമാം സുയൂത്തി തങ്ങളും രേഖപ്പെടുത്തിയില്ലേ, മലക്ക് വന്ന് പരിശോധിക്കുന്നു. ഏത് മലക്ക്? തള്ളവരിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന മലക്ക്. നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയിട്ടും ദിക്റിന്റെ ഒരു മധുരം കാണുന്നില്ല. ആ നാവ് അണ്ണാക്കിൽ തട്ടിയിട്ട് അല്ലാഹ് ദിക്റങ്ങനെ പതിവാക്കിയ ആള് ലാസ്റ്റ് ഘട്ടത്തിലും ദിക്ർ ചൊല്ലുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ പതിവാക്കിയ ബർക്കത്ത് കുറയില്ല. കൃഷി ചെയ്യുന്നവരോട് പറയട്ടെ, കൃഷി ചെയ്യുന്നവർ ബിസ്മിൽ നിന്ന് ഓതേണ്ട വചനങ്ങളുണ്ട്. അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. കിണർ കുഴിക്കുന്നവർ ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. വിറക് വെട്ടാൻ പോകുന്ന ആളുകള് അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതഅൻ ലിൽമുഖ്വീൻ. സൂറത്തുൽ വാഖിയയിലെ ഈ ആയത്തുകൾ ഓതുമ്പോ വല്ലാത്തൊരു ദിക്റാണ്. ആ ദിക്ർ പതിവുണ്ടോ സഹോദരങ്ങളെ? വലിയ സലാമത്താണ്. എല്ലാ ദിവസവും തബാറക സൂറത്ത് ഓതുന്നവരില്ലേ? പതിവാക്കി ഓതുന്നവരുണ്ടോ? പല്ലുവേദന വരൂല. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഉസ്താദേ, പല്ലുവേദന കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനൊന്നും പറഞ്ഞാൽ തിരക്കടില്ല. പല്ലുവേദനക്ക് ആശ്വാസമാണ് ഖുർആനിലെ തബാറക. ഖബറിൽ കിടക്കുന്നവർക്ക് ആശ്വാസമാണ് തബാറക. മദീനയിൽ ഒരു സ്വഹാബിയല്ലേ ടെന്റ് കെട്ടിയിട്ട് വിശ്രമിക്കാൻ നോക്കുന്നു. ചെറുപ്പക്കാർ കണ്ടില്ലേ, ചില ടെന്റുകളൊക്കെ കിട്ടും ചില സ്ഥലത്ത്. വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടി 4 മുള കെട്ടി അടിയിൽ കുറച്ച് കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കും. കൂട്ടുകാർ വന്നിരുന്നാൽ കുറച്ചു നേരം വർത്തമാനം പറയാൻ കാലു കയറ്റിയിരുന്നാൽ ഒരു സുഖമാണ്. ഒരു തട്ടുകടയുണ്ടെങ്കിൽ 4 ചായം കൂടി വാങ്ങി കുടിച്ചാൽ കുറച്ചുകൂടി ഹരമാണ്. ഇതിനു വേണ്ടി വിശ്രമിക്കാൻ ഒരു ടെന്റ് കെട്ടിയ ഒരു സഹാബി ടെന്റ് കെട്ടിയ സ്ഥലത്ത് മണ്ണിന്റെ അടിയിൽ നിന്നൊരു സൂറത്ത് കേൾക്കുന്നു. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സ്വഹാബി ഇങ്ങനെ നോക്കി, എവിടുന്നാ പടച്ചോനെ ഈ സൂറത്ത് ഓതി കേൾക്കുന്നത്? ഓത്തങ്ങനെ കേട്ട് നിന്നപ്പോ 30 ആയത്ത് ഓതി. തബാറക്കയിൽ 30 ആയത്തല്ലേ, 30 ആയത്ത് ഓതി. ആ ഓത്ത് ഇങ്ങനെ കേട്ടപ്പോ ഇവിടെ കുടി കെട്ടാൻ പറ്റൂല, കാരണം ഇതിന്റെ അടിയിൽ ആളുണ്ട്. ഈ കെട്ടുന്നതിന്റെ അടിയിൽ ആളുണ്ട്. അതല്ല അടിയിൽ നിന്ന് ഓത്ത് കെട്ടത്. മണ്ണിന്റെ അടിയിൽ നിന്ന് ഖബറിൽ നിന്നല്ലേ ഓത്ത് കേൾക്കുന്നത്. ആ ഓത്ത് കേട്ടപ്പോ നേരെ പോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ കുടികെട്ടി താമസിക്കാൻ ഒന്ന് വിശ്രമിക്കാൻ ഒരുങ്ങിയ സ്ഥലത്ത് തബാറക സൂറത്ത് അടിയിൽ നിന്ന് ഓതുന്നത് കേട്ടു. അപ്പൊ തങ്ങൾ പറഞ്ഞു, അങ്ങനെ കേട്ടോ? സുബ്ഹാനല്ലാഹ്, അത് തബാറക എന്നും പതിവായി ഓതിയിരുന്ന മനുഷ്യനാണ്. ആ വ്യക്തി ഖബറിന്റെ അടിയിൽ നിന്ന് ഓതിയ ആളില്ലേ? ദുനിയാവിലെന്നും തബാറക ഓതിയ ആളാണ്. എന്നും അത് ഓതിയത് കൊണ്ട് ഖബറിൽ വെച്ച് ഓതണമെന്ന് അല്ലാഹു തആലയോട് താല്പര്യപ്പെട്ടപ്പോ അല്ലാഹ് ഓതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പുറത്ത് വന്നിങ്ങനെ തബാറക അടിയിൽ ഓതുന്ന ഒരാള് പുറത്ത് നിങ്ങൾ അങ്ങനെ കുടികെട്ടി താമസിക്കുന്നു ഇരിക്കുന്ന ഒരു ബഹുമാനക്കേടല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നാണ്. തൽക്കാലം ഇവിടെ കുടി കെട്ടണ്ട, അപ്പുറത്ത് കെട്ടിക്കോളൂ. ഇവിടെ ഞാൻ സ്വസ്ഥായിട്ട് അടിയിലുണ്ട് തബാറക ഓതിയിട്ട്. നീ എന്റെ മേലെ കളച്ചിട്ട് നിങ്ങൾ അടിയിലേക്ക് തൂണ് വെക്കാൻ നോക്കണ്ട. ആ തബാറക അദ്ദേഹത്തിന് കാവലാണ്. അതുകൊണ്ടല്ലേ ധൈര്യസമേതം ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഓതുന്നത്. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ആ തബാറകയിൽ നിന്ന് ഓതുന്ന ആയത്തില്ലേ, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ ഖുൽ ഹുവല്ലദീ ദറാകും ഫിൽ അർളി വഇലൈഹി തുശ്ശറൂൻ. അതാണ് പല്ലുവേദനക്കുള്ള മരുന്ന്. ഓതുന്ന ആളുകൾക്ക് ഖുർആനിൽ എന്തിനാ മരുന്നില്ലാത്തത്? തലവേദനയുണ്ടോ? ചില ആളുകൾക്ക് ബുദ്ധിമുട്ടതാണ്. വിശുദ്ധ ഖുർആൻ എല്ലാറ്റിനും ശിഫയല്ലേ? നമുക്കല്ലേ അള്ളാഹ് ശിഫ എന്ന് വേറെ ടീം വരാണ്ടോ ശിഫക്ക്? നമുക്ക് മുഅ്മിനീങ്ങൾക്കല്ലേ അള്ളാഹ് ഖുർആൻ ശിഫയാക്കി തന്നത്. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഖുർആൻ എല്ലാമാണ്, തികഞ്ഞ ശിഫയാണ്. തലവേദനയുള്ളവർ തലയുടെ 2 ഭാഗത്തും കൈവെക്കുക.
തലവേദനയുള്ളവർ തലയുടെ 2 ഭാഗത്ത് 2 ഞരമ്പ് കണ്ടില്ലേ? തൊള്ളയൊന്ന് അളക്കുമ്പോൾ ഇവിടെ 2 ഞരമ്പ് ഇളകുന്നത് കാണും. അത് തലയിലേക്ക് വലിയ ബന്ധമുള്ള 2 ഞരമ്പുകളാണ്. അത് അറ്റുപോയാലോ ആള് പെട്ടെന്ന് കാലിയായി പോകും. 2 ഭാഗത്തും മർമ്മമുള്ള ഞരമ്പുണ്ട്. ആ ഞരമ്പ് പിടിച്ചു വെച്ചാൽ രക്തത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗമനത്തിനനുസരിച്ച് ആശ്വാസം കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ തലവേദന വരുമ്പോ അമർത്തി പിടിക്കുന്നത്, ചിലര് നന്നായി മുറുക്കി കെട്ടുന്നത്. ആ തലവേദന വരുന്ന സമയത്ത് 2 കൈയും അവിടെ അമർത്തി വെച്ചിട്ട് ഓതണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തായോട്ടുള്ള 3 ആയത്തുകളും ചേർത്ത് വഹുവൽ അസീസുൽ ഹകീം. ലൗ അൻസൽനാ തലവേദന മാറും. തലവേദന മാറി അനുഭവിച്ച സ്വഹാബത്തെ പഠിപ്പിക്കുന്നു. ദിക്ർ കൂടെയുണ്ടോ ബറക്കത്തുണ്ട്, പരിഹാരമുണ്ട്. എന്തിനും ഒരു കുറവുണ്ടാകൂല. ദിക്ർ കൂടെയുണ്ടോ ബറക്കത്തുണ്ട്. ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. ദിക്ർ ദായിമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ പതിവാക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നവർ 2 പേരും ഭർത്താവുമായി ഭാര്യ ബന്ധപ്പെടുമ്പോഴും ശരീരത്തിൽ തൊടുന്നതിന്റെ മുമ്പ്, എപ്പോ ഭാര്യയുടെ ഭർത്താവിന്റെ ശരീരത്തിൽ അന്യോന്യം തൊടുന്നതിന്റെ മുമ്പ് 2 പേരും വിരിപ്പിൽ കിടന്നു. ശരീരത്തിൽ തൊടുന്നതിന്റെ മുമ്പ് ചൊല്ലണം ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ. പിന്നെ ആ കുട്ടിക്ക് അപസ്മാര രോഗം ഉണ്ടാകൂല. ആ കുട്ടിക്ക് ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കൂല. ആ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകൂല. ശൈത്താനിന്റെ ഒരു ശർറും ആ കുട്ടിക്ക് ഉണ്ടാകൂല. കാരണം അവരുടെ ആ സമ്പർക്കം ദിക്റിന്റെ മേൽവിലാസത്തിലാണ്. അവരൊരുമിച്ച് കൂടുന്നത്, ഉൽപാദന പ്രക്രിയ നടത്തുന്നത് ദിക്റിന്റെ ആമുഖത്തിലാണ്. വലിയ കാവൽ അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ അങ്ങനെ പതിവാക്കിക്കോളൂ, ബറക്കത്ത് കുറയൂല. എല്ലാ രംഗങ്ങളിലും ദിക്ർ പതിവാക്കണം. ദിക്ർ പതിവാക്കുന്ന മഹാന്മാർക്കൊരു പേടിയുമില്ല. ഏത് രംഗത്താണെങ്കിലും അവർക്ക് സന്തോഷമാണ്. ഭക്ഷണം വേണോ ഭക്ഷണമുണ്ട്, വെള്ളം വേണോ വെള്ളമുണ്ട്, വെളിച്ചം വേണോ വെളിച്ചമുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഭക്ഷണത്തിന് വല്ലതും വകുപ്പുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാളോട് ഒരു കടലാസ് എടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതി കൊടുക്കുന്നു. ഞാൻ ഈ തരുന്ന കടലാസുമായിട്ട് നിങ്ങൾ പോകണം. ആദ്യം കാണുന്ന ആളെ കയ്യിൽ കടലാസ് കൊടുക്കണം. ഭക്ഷണത്തിനുള്ളത് അയാൾ തരും. എന്താണ് എഴുതി കൊടുക്കുന്നത്? അന ഹാമിദുൻ അന ഷാകിറുൻ അന ദാകിറൂ അന ജായിഉൻ അന മുഫ്ലിസുൻ അന ആനി ഹിയ സിത്തത്തുൻ വഅന അല്ലമീനു ലിനിസ്ഫിഹാ ഫകുനിൽ ലമീന ലിനിസ്ഫിഹാ യാ ബാരി. 3 ദിക്റാണ് അതിൽ എഴുതി കൊടുക്കുന്നത്. അന ഹാമിദുൻ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാണ്. അന ഷാകിറുൻ, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവനാണ്. അന ദാകിറുൻ, ഞാൻ അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്നവനാണ്. അന ജായിഉൻ, എനിക്ക് ദിക്റുണ്ട്, ശുക്റുണ്ട്, ഹംദുണ്ട്, എന്നാൽ എനിക്ക് വിശപ്പുണ്ട്. അന മുഫ്ലിസുൻ, ഞാനൊരു സാധുവാണ്. അന ആനി, ഞാൻ ദോഷങ്ങളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവനാണ്, അല്ലെങ്കിൽ തടവറയിൽ അകപ്പെട്ട ആളാണ്. എനിക്ക് മോചനം തരണം. ഈ 6 എണ്ണവും എണ്ണീട്ട് അതിൽ എഴുതിയിരിക്കുന്നത് അല്ലാഹുവേ 6 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 3 എണ്ണത്തിന് ഞാൻ ആളാണ്. ഹംദ് ഞാൻ ചൊല്ലുന്നുണ്ട്, ശുക്ർ ഞാൻ ചൊല്ലുന്നുണ്ട്, ദിക്ർ ഞാൻ ചൊല്ലുന്നുണ്ട്. ബാക്കി 3 എണ്ണമില്ലേ? എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ജീവിക്കാൻ വകുപ്പ് വേണം. അത് നീ തരണം അല്ലാ. ആ കടലാസ് വാങ്ങി പോകുന്ന ആള് ആ കടലാസ് നേരെ കൊണ്ടുപോയി ഏൽപ്പിച്ചത് ഒരു മുസ്ലിമിന്റെ കയ്യിലൊന്നല്ല, ഒരു മുസ്ലിം അല്ലാത്ത ആളെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. അയാൾ ഈ കടലാസ് ഇങ്ങനെ നോക്കി, ഇതാര് തന്നാ കടലാസ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തന്നതാ. ഓർ തന്നതാ. ഒരു വലിയ മഹാനല്ലേ, അവര് തന്നതാണ്. ആ മനുഷ്യൻ ഈ വരി വായിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. അന ഹാമിദുൻ അന ദാകിറുൻ അന ഷാകിറു അന ജായിഉൻ അന മുഫ്ലിസുൻ അന ആനി അന ജായിഉൻ അന മുഫ്ലിസുൻ അന ആനി وهي 6 وأنا اللمين لنصفها فكن اللمين لنصفها يا باري.
ഈ എഴുത്ത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഇബ്രാഹിം നബി തങ്ങൾ എടുത്ത് വരുന്നു. അയാളെ മനസ്സിന്റെ പ്രഭ ഇട്ട് കൊടുക്കുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലാനുള്ള മാനസിക വിശാലത അല്ലാഹു കൊടുക്കുന്നു. മുസ്ലിം ആകുന്നു. വന്ന മനുഷ്യന് വേണ്ട കാശ് മുഴുവനും കൊടുക്കുന്നു. ചൊല്ലിയ ദിക്ർ ആരാ ചൊല്ലിയത്? ഇബ്രാഹിം നബി തങ്ങളാണ്. മഹാനവറുകൾ ചൊല്ലിയ ദിക്റുമായിട്ട് ഏറ്റെടുത്തു പോയ ആൾക്കും കിട്ടി വലിയ ബറക്കത്ത്. ദിക്ർ ചൊല്ലണം, അത് ബറക്കത്തിന് വലിയ കാരണമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ പതിവാക്കിയോ വിഷാംശങ്ങൾ വരൂല. വെള്ളം കുടിക്കുമ്പോൾ ദിക്ർ പതിവാക്കിയോ വിഷാംശങ്ങൾ വരൂല. ഉമ്മമാരെ, വീട്ടിൽ അവസാനമായി ആരാണോ ലൈറ്റ് ഓഫാക്കുന്നത് ദിക്ർ ചൊല്ലി ഓഫാക്കണം. ബിസ്മില്ലാ എന്നാണ് ചൊല്ലേണ്ട ദിക്ർ. അവസാനമായി കഥകൾ എന്തുള്ള അല്ലോ മാഉൻ ഹമീം വേണ്ട, നല്ല തണുത്ത വെള്ളമാണ്, സാധാ തണുത്തുള്ള വെള്ളം. ചൂടുവെള്ളം കുടിക്കരുത് ആരോട്ടോ. പടച്ചോനെ, കുറെ ആൾക്കാർ കുടുംബലപ്പം അങ്ങനെ പറഞ്ഞു. കടിയുന്നവരൊക്കെ പച്ചവെള്ളം കുടിക്കണം, അങ്ങനെ പറയാം. എന്നാ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതാണ് ശരീരത്തിന് നല്ലത്. ഞാൻ ആദ്യം ഈ ചൂടുവെള്ളത്തിന്റെ അടിമയായിരുന്നു. അപ്പൊ പ്രസംഗിച്ചു കഴിഞ്ഞ് നല്ല അങ്ങനെ ആവി മുന്തുന്ന ചൂടുവെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോ ഒരു ഡോക്ടർ, വിദഗ്ധനായ ഡോക്ടർ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ, അയാൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അത് കുടിക്കരുത് എന്ന്. ഞാൻ പേടിച്ചു, എന്താ അയാൾ കുടിക്കരുത് എന്ന് പറഞ്ഞു. സാധാരണ കുടിക്കുന്ന വെള്ളം എന്താ കുടിക്കരുത് എന്ന് പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഇത് ചൂടുവെള്ളമാണ്. നിങ്ങളെ ശരീരം മുഴുവനും ഹീറ്റായി നിൽക്കണം. ഇപ്പൊ എന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗവും ചൂടായി നിൽക്കണം. സംസാരിച്ചാൽ ശരീരം അറിയാത്തൊരൊറ്റ ഭാഗമില്ല, ഉണ്ടോ? ദിക്ർ ചൊല്ലിയാൽ ശരീരം ഇവിടുന്ന് അങ്ങോട്ട് താഴെ വരെ കേൾക്കും. ദിക്ർ ശരീരത്തിൽ കേൾപ്പിക്കൽ സുന്നത്തല്ലേ? പിന്നെ ഒച്ച ഉണ്ടാക്കും വേണ്ട, ചെറിയ ഒച്ച ഉണ്ടായാൽ തന്നെ ശരീരം കേൾക്കും. ചൊല്ലുന്ന തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ ആ തക്ബീർ ആകാൻ നിർബന്ധം എന്താ? ഒന്ന്, തക്ബീർ ഉച്ചരിക്കുന്നത് ശരിയാകണം. ഒന്ന്, ചൊല്ലുന്നത് ശരിയാകണം. രണ്ടാമത്തത് ഇസ്മാഉ നഫ്സിഹി, നഫ്സിനെ കേൾപ്പിക്കണം. നഫ്സ് ശരീരം എന്ന് പറഞ്ഞാൽ മുർദാവ് മുതൽ കാൽപാദം വരെ ചെറിയ ഒച്ച ഉണ്ടായ കേൾക്കും. അല്ലേ? കേൾക്കൂലേ? ആ ഒച്ചകൾ കേൾക്കില്ലേ? അവിടുന്ന് കുറുക്ക കൂകി ഒച്ച കേട്ടില്ല. എത്ര ദൂരത്തൂടെ പോകുന്ന ഹെലികോപ്റ്ററിന് വിമാനത്തിന് ശബ്ദം കേൾക്കുന്നില്ലേ? കേൾക്കും. ചെറിയൊരു ഒച്ച തന്നെ ശരീരം മുഴുവനും കേൾക്കും. അപ്പൊ ശരീരം മുഴുവനും ഈറ്റായി നിൽക്കാണ് ഉസ്താദെ. അതുകൊണ്ട് നിങ്ങളെ ശരീരത്തിലേക്ക് ഇപ്പോൾ ആ ചൂടുവെള്ളം ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് നിങ്ങൾക്ക് നല്ല ആവേശം തോന്നും. കിട്ടിയ വെള്ളം കുടിച്ചിട്ട് ആ നല്ലൊരു ഹരം തോന്നും. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഹാർട്ടിന് ചലനശേഷി കുറഞ്ഞു വരും. അതുകൊണ്ട് കൊടുക്കേണ്ടതും കുടിക്കേണ്ടതും സാധാ വെള്ളമാണ്. സാധാ വെള്ളം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, തണുപ്പിച്ചത് എന്നല്ല, തണുപ്പ് ഉള്ളത്, അങ്ങനത്തെ വെള്ളം അതാ കുടിക്കേണ്ടത്. കഴിയുന്നവരൊക്കെ അത് കുടിച്ച് ശീലിപ്പിക്കും. ഇനി ഞാനിത് പറഞ്ഞ നാളെ കുടിച്ചിട്ട് ആർക്കെങ്കിലും ജലദോഷം മറ്റുണ്ടായ എന്നോട് പറയതേ, ശീലാക്കിയ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. അതാ സഹോദരിമാർ ചിരിക്കുന്നു, അങ്ങനെ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ അവർ ചിരി. കുടിച്ച് പതിവാക്കിയാൽ നല്ല തന്നെ. കുടിക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്, നല്ല വെള്ളം. സ്വർഗത്തിൽ ചൂടുവെള്ളം അല്ല കേട്ടോ. അല്ലാ, കുറെ ആൾക്കാരുടെ മുഖത്തൊരു വിഷമം, ഞാൻ സ്വർഗത്തിൽ ചൂടുവെള്ളം ഇല്ല എന്നുള്ളത്. കാരണം സ്വർഗത്തിലെത്തിയാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും ഏതാ? തണുത്ത വെള്ളമാണ്. നരകക്കാർ സ്വർഗക്കാരോട് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഖുർആനിൽ, അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ആ ആയത്ത് ആലോചിച്ചിട്ടാണ് ഹസനുൽ ബസ്രി തങ്ങൾ തലകറങ്ങി വീണുപോയത്. അഫീലു അലൈനാ മിനൽ മാഇ, കടുത്ത ചൂടുള്ള ചീഞ്ചലം കുടിച്ച് ശരീരമാകെ വിഷമങ്ങൾ അനുഭവിക്കുന്ന നരകക്കാരൻ സുഖസമ്പൂർണതയിൽ ജീവിക്കുന്ന സ്വർഗവാസിയോട് പറയുന്നു, സ്വർഗക്കാരെ, അഫീലു അലൈനാ, ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? മിനൽ മാ, സ്വർഗത്തിലെ നല്ല തണുത്ത വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കുറച്ച് പഴം, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ, കുറച്ച് മധുരപാനീയങ്ങൾ എന്തെങ്കിലും ഒഴിച്ചു തരുമോ? വളരെ കരഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് നരകക്കാരൻ പറയുമ്പോ സ്വർഗത്തിൽ നിന്ന് സ്വർഗവാസി പറയും, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല ഇല്ല, ഇത് തരാൻ പറ്റൂല. സത്യനിഷേധികൾക്ക് അല്ലാഹു സ്വർഗത്തിൽ നിന്നും ഒന്നും കൊടുക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ ഒരു വകുപ്പുമില്ല.
കുടിക്കാനുള്ള വെള്ളം കയ്യിലെടുത്തിട്ട് ഈ ആയത്തിങ്ങനെ ചിന്തിച്ചപ്പോ കയ്യിൽ നിന്ന് വെള്ളം താഴെ വീണ് ഗ്ലാസ് ഉടഞ്ഞുപോയി. ഹസനുൽ ബസ്രി തങ്ങൾ ബോധം കെട്ടുപോയി. അവര് ഖുർആനിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കുമ്പോ ആ അർത്ഥത്തിനനുസരിച്ച് അവരെ മനസ്സും അവരെ ശരീരവും അവരെ രോമവും അവരെ ചൂടും അവരെ തണുപ്പും എല്ലാം അതിനനുസരിച്ച് മാറ്റം വരുന്നു. നമ്മൾ ഇൽമു കുറവുള്ളവരായതുകൊണ്ട് നമുക്ക് ചിന്ത കുറഞ്ഞു പോകുന്നു. അള്ളാഹു നമുക്ക് ഇൽമിയേറ്റി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ഇൽമു കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. ജീവിതം അല്ലാഹു ഇൽമു കൊണ്ട് നന്നാക്കട്ടെ. ദിക്ർ പതിവാക്കണം സഹോദരങ്ങളെ. ഓരോ സമയങ്ങൾക്കും ഓരോ ദിക്റുണ്ട്, അത് മറക്കരുത്. യാത്ര തുടങ്ങിയിട്ട് യഥാർത്ഥ യാത്ര തിരിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിലെത്തണമോ യാത്രയുടെ തുടക്കം ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലണം. 5 സൂറത്താണ് യാത്ര തുടങ്ങുന്നവൻ ഓതുന്നതെങ്കിൽ ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചെത്തും. ഒരപകടത്തിലും പെടൂല. എന്റെ വാക്കല്ല, ഞാനിത് പറയാനാണല്ലോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വിഷയം അല്ലാമ ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 5 സൂറത്തും ഇനി നിങ്ങൾ കാണാതെ പഠിക്കാൻ പോകണ്ട, എല്ലാവർക്കും കാണാതെ അറിയും. ഖുല്യാൽ കാഫിറൂൻ കാണാതെ അറിയില്ലേ? ഖുല്യായ്യുൽ കാഫിറൂൻ അറിയില്ലേ? അൽഹംദുലില്ലാഹ്. 1. ഇദാ ജാ നസ്റുല്ലാഹി കാണാതെ അറിയില്ലേ? 2. വലിയ ഭാഗം. ഖുൽ ഹുവല്ലാഹു അഹദ് കാണാതെ അറിയില്ലേ? 3. ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് കാണാതെ അറിയില്ലേ? 4. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 5. ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ ചെയ്തോളൂ, ഇന്നു മുതൽ ചെയ്തോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രാക്ടിക്കലാക്ക ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. തുടങ്ങിയിടത്തുനിന്ന് ഒരു പ്രശ്നമില്ലാതെ തിരിച്ചു വരും. എങ്ങോട്ടാ പോകുന്നു? ദുബൈയിലേക്കോ? ഒരു തടസ്സം ഉണ്ടാവില്ല. നേരെ പോയി ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, റെഡിക്ക് വരും. അതെ, ഞാനത് ചെല്ലാൻ മറന്നുപോയി. നിങ്ങൾ വിട്ടുപോയും ചെയ്തു, ചെയ്യാൻ മറന്നു. അതാ പറഞ്ഞ തൗഫീഖിന് നമ്മൾ പതിവാക്കി എല്ലാ ദിവസവും. ഇന്നലെ എന്താ ഉസ്താദ് വാദം പറഞ്ഞ വാഹനം യാത്ര തുടങ്ങാൻ പോകാണ്. ഒരു അപകടമില്ലാതെ ഒരു മുസീബത്തില്ലാതെ ഒരുപാട് ഖൈർ ചെയ്ത് നല്ലൽക്ക് ജീവിക്കാൻ കുറച്ചുകൂടി തൗഫീഖ് വേണം. 5 സൂറത്ത് ഓതുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്ര തോന പണിയുണ്ട്, ചെറിയ പണിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ നമ്മളെ കാവല്. ഞാൻ എന്റെ വാഹനത്തിൽ കയറി കുറച്ച് ഞാൻ ഇറങ്ങാൻ പോകും, പിന്നെ ഡ്രൈവർ അങ്ങനെ സല്ലല്ലാഹു എന്ന് പറഞ്ഞ് വിട്ടാൻ നമുക്ക് എന്താ കാവലുള്ളത്? ഒന്നുമില്ല. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് വേറൊരു കാവലുമില്ല. വേറെ എന്താ കാവലുള്ളത്? വേറെ അപ്പുറത്തും ഗൺമാനും കാവൽമാനും ഉണ്ടായിട്ട് കാര്യമില്ല. അവര് ഉറങ്ങൂലേ? അവർക്കും വരില്ലേ ഉറക്കം? കാവൽ ദിക്റാണ്. ദിക്റുണ്ടോ വലിയ കാവലാണ്. ദിക്റല്ലേ കാവലിന് ശൈത്താനും പഠിപ്പിച്ചു കൊടുത്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഡസൻ കണക്കിന് സ്വഹാബിമാര് വ്യത്യസ്ത സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ തങ്ങൾക്ക് മാത്രമുള്ള അനുഭവമല്ല, ആയത്തുൽ കുർസി വലിയ ദിക്റാണ്. ഗർഭിണികളായ സഹോദരിമാരെ ഗർഭം പ്രസവിക്കാറായ സ്ഥിതിയിൽ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. ബേജാറിൽ നിൽക്കുന്നതിന് പകരം ദിക്ർ ചൊല്ലിക്കോ, ആയത്തുൽ കുർസി അധികം മോദിക്കോ, ദുആഉൽ കർബ് അധികം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ആ ദിക്ർ അധികം ചൊല്ലിക്കോ. ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ പ്രസവം നടക്കുന്നു. പ്രസവം നടന്നിട്ട് ആ കുട്ടിയെ നിന്റെ കയ്യിൽ കിട്ടൂലേ? ആ കുട്ടിക്ക് ആദ്യമായി വാങ്കല്ലേ ദിക്റല്ലേ കേൾപ്പിക്കുന്നത്, രണ്ടാമത് ഇഖാമത്തല്ലേ കേൾപ്പിക്കുന്നത്, മൂന്നാമത് കേൾപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ കേൾപ്പിച്ചാൽ വലിയ കാവലാണ്. ബഹുമാനപ്പെട്ട ബീവി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ പുത്രിയായ മറിയം ബീവിക്ക് ആദ്യം കേൾപ്പിച്ച ദിക്റാണത്. ഒരുപാട് ചൊല്ലാനെന്നുള്ള ഒറ്റ വരിയേ ഉള്ളൂ. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം.